ഇന്നലെ അവരെന്നെ വിളിച്ചിരുന്നേ. എനിക്കിന്ന് ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി ഇവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോവാന്ന്. അതാവുമ്പോ നേരിട്ട് പറയാലോ. അതാ പിന്നെ രാത്രി വിളിക്കാണ്ടിരുന്നേ. കയ്യിലെ കുടിച്ചു തീരാറായ ചായക്കൊപ്പൊന്ന് കറക്കി അതിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നതിനിടെ വീണ്ടും തലയുയർത്തി ബ്രോക്കർ ശിവരാമേട്ടൻ പറയുന്നു. ജാനകി പതിയെ ഒളിഞ്ഞു നിന്ന് കേട്ടു എന്ന് പറയുന്നതിലും നല്ലത് ബ്രോക്കറുടെ ഉയർന്ന ശബ്ദം കാരണം ഒളിഞ്ഞു നിൽക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോ ഒരു കല്യാണാലോചന വന്ന കാര്യം ഇയാൾ നാട്ടുകാർ മൊത്തം അറിയിക്കോ? അങ്ങനെ തോന്നാതിരുന്നില്ല. അറിയുന്നെങ്കിൽ അറിയട്ടെ. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാരുടെ കല്യാണം നോക്കുന്നുണ്ടെന്നുള്ള ചോദ്യം കാരണം മനുഷ്യനെ ഇവിടെ പൊറുതിമുട്ടിയിരിക്കുക. ഇവർക്കൊന്നും വേറെ പണിയില്ലേന്നാവോ? പിന്നെ നാട്ടുകാരുടെ കണ്ണിലുണ്ണി ആയതുകൊണ്ടാണല്ലോ എന്നോർത്ത് സ്വയം സമാധാനിക്കുക. ഒന്നുമില്ലെങ്കിൽ എത്ര പേരെന്റെ ജീവിതത്തെക്കുറിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ, എന്നിട്ട് അവരെന്തു പറഞ്ഞു? അച്ഛന്റെ ചോദ്യം കേട്ട് വീണ്ടും അവൾ ചെവി കൂർപ്പിച്ച് വെച്ചു. അവരിയ്ക്കുന്നതിന്റെ നേരെ പുറകിലുള്ള മുറിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി കേൾക്കാമെങ്കിലും ആകാംക്ഷയാണ്. കാരണം ആദ്യത്തെ പെണ്ണ് കാണൽ കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ സ്വാഭാവികമായ ആകാംക്ഷ അത്രയേ ഉള്ളൂ. ഇയാളിത് എന്താ ചെയ്യണേ? ആ കപ്പിന്റെ അകത്തുനിന്ന് നിധിയുണ്ടോ? ഇത്രക്ക് അങ്ങ് നോക്കാം. ചായക്കപ്പിൽ വീണ്ടും നോക്കി കപ്പ് ഒന്നുകൂടി കറക്കിയ ബ്രോക്കറെ നോക്കി അവൾ പിറുവിറുത്തു. മുറിയിലെ കണ്ണാടി നേരെ വാതിലിന് മുമ്പിലാണ്. അതുകൊണ്ട് ഹാളിലിരിക്കുന്നവരെ അതിലൂടെ നല്ല വ്യക്തമായി കാണാൻ പറ്റും. അത് പിന്നെ ഫോട്ടോ കണ്ടിട്ട് ചെക്കന് ഇഷ്ടായില്ലെന്ന് അവര് പറഞ്ഞേ. അവളൊന്ന് ഞെട്ടി. വീട്ടിലാകെ മൊത്തം ഒരു നിശബ്ദത. ഓ, അങ്ങനെയാണോ? കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അച്ഛൻ വാ തുറന്നു. ഇത് കേട്ടിട്ട് ഡോക്ടർ വിഷമിക്കൊന്നും വേണ്ട. ഇതിപ്പോ ആദ്യത്തെ ആലോചനയല്ലേ. ചിലപ്പിനി നല്ല വരാൻ വേണ്ടിയാവും ആദ്യത്തെ ശരിയാവാതെ പോയതേ. ബ്രോക്കർ അച്ഛനെ ആശ്വസിപ്പിച്ചു. ഏയ്, വിഷമൊന്നും അല്ലടോ. ഇത് ആദ്യമായിട്ട് വന്നതായിരുന്നില്ലേ. പിന്നെ അവരുടെ ഫാമിലിയെ പറ്റി അന്വേഷിച്ചപ്പോഴും മോശമില്ലെന്ന് തോന്നി. അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട്. ഡോക്ടർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി സംസാരിച്ചു നോക്കാം. അച്ഛൻ എന്തും മറുപടി പറയുന്നറിയാൻ ഞാൻ ആകാംക്ഷയോടെ നോക്കി. ഏയ് വേണ്ടടോ, ചെക്കന് ഇഷ്ടായില്ലെന്നല്ലേ പറഞ്ഞ്. ഇനിയിപ്പോൾ എന്ത് സംസാരിക്കാൻ? ഇനിയിപ്പോൾ വീണ്ടും പോയി സംസാരിച്ചാലും മോൾക്ക് അത് മോശമായിട്ട് തോന്നും. അല്ലെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. താൻ പറഞ്ഞ പോലെ അവൾക്ക് ഇനിയും നല്ലത് വരും. ആ സംസാരം അവിടെ കൊണ്ട് നിന്നു. അച്ഛനെ ഓർത്ത് അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവളുടെ മനസ്സറിഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ അച്ഛനും അമ്മയും അതേക്കുറിച്ച് കൂടുതലായെന്ന് അവളോട് സംസാരിച്ചില്ല. അവളൊന്നും കേട്ടതായി നടിച്ചില്ല. അവർക്ക് വിഷമമുണ്ടാവുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഈ പെണ്ണുകാണലുണ്ടായത് തന്നെ അച്ഛൻ്റെ അമ്മയുടെയും നിർബന്ധം കാരണമാണ്. എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി 2-3 വർഷം ഒരു കമ്പനിയിലെ എക്സ്പീരിയൻസിന് വേണ്ടി ജോലി ചെയ്ത് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയമാണ് അമ്മ കല്യാണത്തിൻ്റെ കാര്യം എടുത്തിട്ടത്. ആദ്യമൊക്കെ അത്ര കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും പിന്നീട് അച്ഛൻ അവളോട് അതേക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. കല്യാണത്തെക്കുറിച്ച് പ്രത്യേകമായ ഇഷ്ടങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ലെങ്കിലും പഠിച്ചവരൊക്കെ പതിയെ കല്യാണം കഴിച്ചു പോകുന്നുണ്ട്. അവൾക്ക് തോന്നി ഒന്ന് ആലോചിച്ച് നോക്കാമെന്ന്. അങ്ങനെയാണ് ആദ്യത്തെ ആലോചന കഴിഞ്ഞ ആഴ്ച വന്നത്. അച്ഛൻ ആളുകൾ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഫാമിലിയെക്കുറിച്ച് അന്വേഷിച്ച് വെച്ചിരുന്നു. പെണ്ണ് കാണാൻ അവരുടെ ഫാമിലിയിലെ മുതിർന്ന കുറച്ച് പേരും സെക്കൻഡ് കസിൻസും മാത്രമാണ് വന്നത്. കസിൻസ് വഴി ഫോട്ടോ കണ്ട് അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അർജുൻ എന്നാണ് ആളുടെ പേര് പറഞ്ഞത്. രണ്ടാളുടെയും സൗകര്യം നോക്കി ചെക്കനും പെണ്ണും ഒരു ദിവസം കണ്ട് സംസാരിച്ച് ബാക്കി തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവരിറങ്ങിയത്. കൂടെ ചെക്കന് നമ്പരും കൊടുത്തു, അവളുടെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ. ഇപ്പോഴും ഡെലിവേർഡ് ആവാതെ കിടക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി അവളൊന്ന് വിശ്വസിച്ചു. അയാളുടെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ തീരെ ചെറിയൊരു ഇഷ്ടം. ആദ്യ കാഴ്ചയിൽ ഒരു ആകർഷണം തോന്നി, അത്രയേ ഉള്ളൂ. ഇപ്പം ആളുടെ മുഖമൊക്കെ മറന്നു. ഇനി ഓർത്തിട്ടെന്തിനാ? എന്നാലും ഡെലിവേർഡ് ആവാത്ത ഫോട്ടോ അയാൾ എങ്ങനെയാ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ്? ഇനി വന്നവരിലാരെങ്കിലും ഫോട്ടോ എടുത്തിരുന്നോ? എടുത്തിട്ടുണ്ടാവും, അതിനാണ് സാധ്യത. പിറ്റേന്ന് കൂടെ പഠിച്ചൊരാളുടെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുന്ന വഴി കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് വീണ്ടും സംശയമായി. ഇഷ്ടമായില്ലെന്ന് പറയാൻ മാത്രം എനിക്കെന്താണ് പ്രശ്നം? കുറച്ച് തടിയുണ്ട്, അതത്ര വലിയ പ്രശ്നമാണോ? കണ്ണാടി കൊമ്പിൽ നിന്ന് തിരിഞ്ഞു മറിഞ്ഞു നോക്കി തടിയൊന്നും ഒരു പ്രശ്നമില്ലെന്ന് ഉറപ്പിച്ച് അവൾ കല്യാണത്തിന് പോയി. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അയാളെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയതുപോലെ എന്നെ കണ്ടപ്പോൾ ആൾക്ക് തോന്നിക്കാണില്ല. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കില്ലെന്ന് അവൾ തീരുമാനിച്ചു. ആദ്യത്തെ തിരസ്കരണം കല്യാണത്തിന് പോയി സദ്യ കഴിച്ച് ആഘോഷിച്ചു. പക്ഷെ അന്ന് ഫോട്ടോയിൽ കണ്ട ആളെ അവൾ പിന്നീട് നേരിട്ട് കണ്ടു. കൃത്യമായി പറഞ്ഞാൽ ചെന്നൈയിൽ വെച്ച്. ചെന്നൈയിൽ ഒരു കമ്പനിയിൽ ഒഴിവുണ്ടെന്നറിഞ്ഞ് ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞനുസരിച്ച് വെറുതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജോലി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്ന സമയത്താണ് അവൾക്ക് വളരെ അപ്രതീക്ഷിതമായി ജോലി കിട്ടിയെന്ന് അറിയിച്ചുകൊണ്ടുള്ള മെയിൽ വന്നത്. കുറച്ചു കാലം നാട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യണമെന്നൊരാഗ്രഹം മനസ്സിൽ കിടന്നുകൊണ്ട് ജോലി കിട്ടിയെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ പെട്ടിയെ വേണ്ടി തിറങ്ങി. അങ്ങനെ ജോയിൻ ചെയ്യേണ്ടതിൻ്റെ ഒരാഴ്ച മുമ്പ് ചെന്നൈയിലേക്ക് ട്രെയിൻ പിടിച്ചു. അവിടെ ചെന്ന് ഫ്രണ്ടിനെ കാണണം, ഒരാഴ്ച അടിച്ചു പൊളിക്കാൻ, സ്ഥലങ്ങൾ മുഴുവനായിട്ടൊന്ന് പരിചയപ്പെടണം. അതൊക്കെയായിരുന്നു അവളുടെ ഉദ്ദേശങ്ങൾ.
വീട്ടിൽ നിന്ന് അച്ഛനോട് സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് വാശി പിടിച്ച് ഒറ്റക്കാണ് പോയത്. ട്രെയിനിൽ ഇത്രയും ദൂരയാത്ര ആദ്യമാണെങ്കിലും അടുത്ത സീറ്റിലുണ്ടായിരുന്ന ഫാമിലിയുടെ കൂടെ സംസാരിച്ചിരുന്ന സമയം കളഞ്ഞു. ഏകദേശം 10-12 മണിക്കൂർ യാത്ര ചെയ്ത് സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ ഫ്രണ്ട് വന്നു, അമീഷ. അമീഷയെ അവൾ ഒരുമിച്ച് കുറച്ചുകാലം നാട്ടിൽ ജോലി ചെയ്തിരുന്നു. പിന്നീട് അമീഷ ഇവിടേക്ക് മാറി. ഇപ്പൊ കമ്പനിയിൽ ഒഴിവന്നപ്പോൾ വീണ്ടും അവർ ഒരുമിച്ചായി. ഒരാഴ്ച ചെന്നൈ മുഴുവൻ കറങ്ങി നടന്ന് ഞായറാഴ്ച വൈകിട്ട് അമീഷ അവളെയും കൊണ്ട് അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ ചെന്നു. അമീഷയുടെ കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കും ചെന്നൈയിലാണ് ജോലി. അവർ സാധാരണ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ റെസ്റ്റോറൻറ്റ്. അതാണ് പതിവ് പോലെ അവിടേക്കുള്ള യാത്രയുടെ ഉദ്ദേശം. അവിടെ ചെന്ന് അമീഷ വുഡ് ബി അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അമൽ എന്നാണ് ആളുടെ പേര്. കുറച്ചുനേരം സംസാരിച്ചിരുന്ന് ഓർഡർ കൊടുത്ത് കാത്തിരിക്കുമ്പോൾ അവൾ റെസ്റ്റോറൻറ്റിലെ ഇൻറ്റീരിയർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഡിം ലൈറ്റും ചുവരുള്ള കോട്ട്സും ചെറിയ പ്ലാന്റും ഒക്കെയായി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടം. അവൾക്കത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് കുറച്ചകലെ ഒരു പൊക്കം കൂടിയ ടേബിളിൽ ഇരിക്കുന്ന അക്വേറിയം പോലെയുള്ള ഒന്നിലാണ്. ഭക്ഷണം വരുന്ന സമയം കൂടെ ഇരിക്കുന്ന രണ്ടുപേർക്കും കുറച്ച് പ്രൈവസി കൊടുക്കാമെന്ന് കരുതി അവൾ എഴുന്നേറ്റ് നടന്നു. ആ ടേബിളിന് അരികിലേക്ക് തന്നെ. കണ്ട മാത്രയിലേക്ക് കൗതുകം തോന്നിയ ഒന്ന് അടുത്ത് കാണാനുള്ള താല്പര്യത്തോടെ. അക്വേറിയം പോലെ തോന്നിക്കുമെങ്കിലും ഉള്ളിൽ ചെടികളാണ്. മീനിന് പകരം നിറഞ്ഞു നിൽക്കുന്ന ചെടികൾ. ഭൂമി പോലെ ഗോളാകൃതിയിലുള്ള ഒരു പളുങ്ക് പാത്രത്തിൽ ചിതറിക്കിടക്കുന്ന പച്ചപ്പും അതിനെ മൂടി ഈർപ്പവും. ടെറേറിയം. മുന്നിലെ മനോഹര സൃഷ്ടി ആസ്വദിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് കേട്ട മുഴക്കത്തിലുള്ള പുരുഷ ശബ്ദത്തിൽ അവൾ തിരിഞ്ഞു നോക്കി. സോറി എന്ന് ചോദിച്ചുകൊണ്ട് നെറ്റി ഒളിച്ച് തിരിഞ്ഞ അവൾ മുന്നിൽ തെളിഞ്ഞ പരിചിതമായ മുഖം കണ്ട് നിശബ്ദയായി. ദാറ്റ്സ് എ ടെറേറിയം. മുന്നിൽ നിൽക്കുന്നവൻ കൂടുതൽ വ്യക്തമാക്കാനെന്ന് പറഞ്ഞ ടേബിളിലേക്ക് അയച്ചുകൊണ്ടി. ഓ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അവൾ നിറഞ്ഞ ചിരിയോടെ മറുപടി നൽകി. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ആ അതെ, ഞാൻ ചെന്നൈയിലും ആദ്യമായിട്ടാ. മറുപടി പറയുന്നതിനോടൊപ്പം അവൾ പതിയെ തിരിഞ്ഞടന്നു. ഫുഡ് വന്നെന്ന് പറഞ്ഞ് ടേബിളിൽ നിന്ന് കയ്യാട്ടി വിളിക്കുന്നുണ്ട് അമീഷ. ഹായ് അർജുൻ. അവളെ വലിച്ച് അടുത്തേക്ക് ഇരുത്തുന്നതിനൊപ്പം അമീഷ അർജുനെ അടുത്തേക്ക് ക്ഷണിച്ചു. ചിരിയോടെ അവൻ അടുത്തേക്ക് നടക്കുകയും ചെയ്തു. എവിടെയായിരുന്നു? കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ. കൂടജാദ്രി പോയി, കണ്ടു. 2 ദിവസം സ്റ്റേ ചെയ്തു, തിരിച്ചു വന്നു. അമലിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് അർജുൻ ഒഴിഞ്ഞ 4ാമത്തെ കസേരയിലേക്ക് ഇരുന്നു. കൊള്ളാം കൊള്ളാം. ആ ജാനകി, ഇത് അർജുൻ, ഈ റെസ്റ്റോറൻറ്റ് ഓണറാണ് ആള്. ഞങ്ങൾക്ക് ഇവിടെ വന്ന ആളെ ഇപ്പം നല്ല പരിചയമായി. പിന്നെ അർജുൻ, ഇത് ജാനകി, എൻ്റെ ഫ്രണ്ടാ. എൻ്റെ കമ്പനി തന്നെ ഇപ്പോൾ വിളും കയറി. അമീഷ ഇരുവരെയും തമ്മിൽ പരിചയപ്പെടുത്തി. അവർ പരസ്പരം ഒരു പുൻസിരി കൈമാറുകയും ചെയ്തു. അന്ന് വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞിരുന്നു റെസ്റ്റോറൻറ്റ് 2-3 ആൾ നടത്തുന്നുണ്ടെന്ന്. ഇതുവരെ കണ്ടിട്ട് പരിചയഭാവമൊന്നും കാണിക്കാത്തതിനാൽ അവൻ മറന്നു കാണും. അല്ലെങ്കിൽ ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ലെന്ന് അവൾ കരുതി. ഓർത്തു വെക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. അർജുൻ ഒരു ചെറിയ, എന്നാൽ അത്ര തീരെ ചെറുതല്ലാത്തൊരു ബിസിനസ്മാനാണ്. ചെന്നൈയിൽ തന്നെ ഇതുപോലെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ട് ആൾക്ക്. നാട്ടിലുമുണ്ട് 2. ഫുഡ് കഴിക്കുന്നതിനിടയിൽ അവരുടെ സംസാരങ്ങളിൽ വന്നതാണിതെല്ലാം. അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന കുടുംബസ്വത്തിൽ നിന്നൊരു ചെറിയ ഭാഗം വിറ്റ് അതിൽ നിന്നാണ് അർജുൻ പിച്ച വെച്ച് തുടങ്ങിയത്. പിന്നീട് ഇതുവരെ യാതൊരു പ്രശ്നവും കൂടാതെ അവൻ്റെ സംരംഭം മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ആളൊരു യാത്രാപ്രേമി കൂടിയാണ്. മുഴുവൻ സമയം യാത്രയുമായി നടക്കുന്ന ഒരാൾ. ഇടക്ക് മാത്രമാണ് തിരിച്ച് ചെന്നൈ വന്ന് തങ്ങുന്നത്. നാട്ടിൽ പോലും പോക്ക് വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. സംസാരത്തിൽ നിന്നും അർജുൻ സാമ്പത്തികപരമായി കുറച്ച് ഉയർന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളാണെന്ന് അവൾക്ക് മനസ്സിലായി. ആ ആലോചന വേണ്ടെന്ന് വെക്കാൻ അതൊരു കാരണമായിട്ടുണ്ടാവുന്ന അവൾക്ക് തോന്നി. അച്ഛൻ ഡോക്ടറാണെന്ന് പറയുന്നതിലുപരി സാമ്പത്തികമായി അത്ര ഉയർന്ന നിലയിലല്ല ജാനകിയുടെ വീട്ടുകാർ. പിന്നെ അവർ വന്ന് കാണുമ്പോൾ അവളും ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയമാണ്. ഇതൊക്കെയാവും കാരണമെന്ന് അവൾ ചിന്തിച്ചു. ഭക്ഷണത്തിനിടയിൽ യാത്രയും ബിസിനസ്സുമെല്ലാം അവർക്കിടയിൽ സംസാര വിഷയമായി. ആദ്യം വെറുതെ കൂടിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന അർജുൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ജ്യൂസ് വാങ്ങി മുന്നിൽ വെച്ച് അതും കുടിച്ചുകൊണ്ടായി സംസാരം. ജാനകിയുടെ പ്ലേസ് എവിടെയാണ് ശരിക്കും? ഭക്ഷണം കഴിഞ്ഞ് ബില്ല് പേ ചെയ്തിറങ്ങുന്ന വഴിയാണ് അർജുൻ അവളോട് ചോദിച്ച്. ഇതെന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം? അവൾ മനസ്സിൽ കരുതി. കോഴിക്കോട്. എന്താ അർജുൻ? ഏയ് ഒന്നുമില്ല, എനിക്ക് മുമ്പ് കണ്ട് പരിചയമുള്ള പോലെ തോന്നി. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ചോദ്യഭാഗത്തിൽ നിൽക്കുന്ന അവനെ നോക്കി അവളൊന്ന് ആലോചിച്ചു. എന്തു പറയും? നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ അർജുൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അർജുൻ മിക്കവാറും അങ്ങനെ തന്നെയാവും എന്നെയും കണ്ടിട്ടുള്ളത്. അതെപ്പോ? അവൻ അത്ഭുതപ്പെട്ടു പോയി. ഓർത്തെടുക്കാരെന്നോളം നെറ്റി വിളിച്ചു. വിരലുകൊണ്ട് നെറ്റിയിൽ മുറുക്കെ തിരുമ്മി. അർജുൻ്റെ വീട്ടുകാരെന്നെ പെണ്ണാണാൻ വന്നിരുന്നു. അപ്പോൾ അവൾ ചമ്മലോടെ ചിരിച്ചു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. നിനക്ക് പെണ്ണാണല്ലോ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അടുത്തുനിന്ന് അമീഷയുടെ ഉറക്കെയുള്ള ചോദ്യം കേട്ട് ജാനകി അവളെ തന്നെ നോക്കി വായും തുറന്ന് കണ്ണു തുറപ്പിച്ച് നോക്കി നിൽക്കുകയാണ്. അരികിൽ നിൽക്കുന്ന അമലിൻ്റെ അവസ്ഥയും വ്യത്യസ്തമില്ലെങ്കിലും അമീഷയുടെ അത്രയും ഇല്ല. എടി, അത് ഫ്ലോപ്പായിടി, അതാ ഞാൻ നിന്നോട് പറയാണ്ടിരുന്നേ. അവളെ സമാധാനിപ്പിക്കാനെന്നോണം ജാനകി പതിയെ പറഞ്ഞു.
അമലിന്റെ കാര്യം ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യം വിളിച്ചറിയിച്ചവളാണ് അമീഷ. അവളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലെന്നറിഞ്ഞ പ്രശ്നം ഉണ്ടായി കളയും. അതോർത്തുകൊണ്ട് അവൾ നേരെ നോക്കിയത് അർജുന്റെ മുഖത്തേക്കാണ്. അവിടെ അന്തം വിട്ട് നിപ്പാണ് അർജുൻ. അവളുടെ നോട്ടം അവന്റെ നേരെത്തിയത് കണ്ട് അവനൊരു ചമ്മിയെ ചിരിയിരിച്ച്. അവളും തിരിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഒരു ചിരി. അതെന്തു പറ്റി അങ്ങനെ? വീണ്ടും അമീഷയാണ്. ഇനി ഇവൾക്ക് കാര്യകാരണ സഹിതം ഇവിടുന്ന് വിവരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നവൾ ചിന്തിക്കാതിരുന്നില്ല. അതൊക്കെ പിന്നെ, നീ വന്നേ, സമയം ഒത്തിരിയായി. എനിക്ക് ബൈ അർജുൻ, നെക്സ്റ്റ് വീക്ക് കാണാം. ആ സിറ്റുവേഷനിൽ നിന്ന് മറികടക്കാനെന്നോണം അമൽ അമീഷയെ വലിച്ച് നടന്നു. അതൊരു കണക്കിന് നന്നായെന്ന് അവൾക്ക് തോന്നി. മുമ്പ് റിജക്റ്റ് ചെയ്ത ഒരാളും റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരാളും അതേ കാര്യം ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണെന്ന് അവൾക്ക് അതോടെ മനസ്സിലായി. അത് ഇവിടുന്ന് അർജുൻ മേടിച്ച് എനിക്കൊരെണ്ണം വേണമെന്നുണ്ടായിരുന്നു. അവർ രണ്ടും പോയിട്ടും തന്റെ മുന്നിൽ പരിങ്ങി നിൽക്കുന്ന അർജുനെ കണ്ട് സംസാരം വഴിതിരിച്ചുവിടാൻ അവൾ പുറകിലെ ടെറേറിയത്തിലേക്ക് അയച്ചുകൊണ്ടി. അത് ഫലം കണ്ടെന്നോണം അവന്റെ ശ്രദ്ധ അവിടേക്ക് നീങ്ങി. അത് ഞാൻ മൈസൂര് പോകുന്ന വഴി കണ്ടു വാങ്ങിയതാ. ഓൺലൈൻ കിട്ടുമെന്ന് അറിയില്ലടോ, ഞാൻ നോക്കിയിട്ട് പറയാം. അതിന്റെ ചൂട് പിടിച്ചുള്ള കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം അവളും യാത്ര പറഞ്ഞ് പിന്തിരിഞ്ഞ് നടന്നു. പിന്നെ ഓരോ വാരാന്ത്യങ്ങളിലും തമ്മിലുള്ള കണ്ടുമുട്ടലുകൾ പതിവായി. സംസാരത്തിൽ പല പല വിഷയങ്ങളും. അർജുനോട് സംസാരിച്ചിരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇടയ്ക്ക് തർക്കിക്കാനും അതിൽ ഗൗരവമുള്ള വിഷയങ്ങളും ഉണ്ടാവും. ചിലപ്പോഴൊക്കെ വെറുതെ തർക്കിക്കാനായി മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന വിഷയങ്ങളും. അതിൽ അവന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും ഇടയ്ക്ക് അവൻ തോറ്റുകൊടുക്കും. ചോദിക്കുമ്പോൾ സംസാരിച്ച് ക്ഷീണിച്ചിരിക്കുന്നവൾക്ക് നേരെയുള്ള തന്റെ ഔദാര്യമെന്ന് മറുപടി കൊടുക്കും. ഒരു വശത്ത് അമലും അമീഷയും ഭാവി ജീവിതത്തിന്റെ പ്ലാനിങ്ങുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അവർ മറുവശത്ത് മാറിയിരുന്നു. അവൻ പോയ യാത്രകളുടെ വിശേഷങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കും. അവന് നല്ലൊരു കേൾവിക്കാരിയായി അവളും. ഇതിനിടയിൽ വീട്ടുകാർ തമ്മിലും പരിചയമായി എന്നുള്ളതും വേറെ കാര്യം. കല്യാണാലോചനയുടെ കാര്യം പിന്നീട് ഇരുവർക്കുമിടയിൽ ചർച്ചാ വിഷയം ആയതുമില്ല. പക്ഷേ വീട്ടിൽ വീണ്ടും കല്യാണക്കാരൻ സംസാര വിഷയമായി വന്നു. ജോലി കിട്ടി 8 മാസത്തിന് ശേഷം ഒരു വിഷാവധിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് അച്ഛൻ്റെ വക അങ്ങനെ ഒരു സംസാരമുണ്ടായത്. അച്ഛൻ്റെ പരിചയത്തിലുള്ള ആരുടെയോ മകന്റെ ആലോചന വന്നത്രേ. അച്ഛൻ എന്നോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് അറിയിച്ചു. പറഞ്ഞ പോലെ തന്നെ അച്ഛൻ അവിടെ തീരുമാനത്തിനെല്ലാം വിട്ടുകൊടുത്തു. തിരിച്ച് ചെന്നൈക്ക് പോകേണ്ടതിന് തലേ ദിവസം രാത്രി കല്യാണത്തെക്കുറിച്ച് വീണ്ടും ഒരു തീരുമാനമെടുക്കാൻ ആലോചിച്ചുകൊണ്ടിരുന്ന അവരുടെ മനസ്സിലേക്ക് ആദ്യം എത്തിയത് അർജുനാണ്. എന്തൊക്കെ പറഞ്ഞാലും കല്യാണം എന്ന് എപ്പോൾ കേട്ടാലും ആദ്യം ഓർമ്മ വരുന്നത് അർജുനെയാണ്. ആളിപ്പോൾ ജയ്പൂരിലേക്കുള്ള യാത്രയിലാണ്. പോകുന്നതിന് മുമ്പ് കണ്ടിരുന്നു. എത്തുമ്പോൾ ഫോട്ടോസ് അയക്കാമെന്ന് പറഞ്ഞതോർത്തവൾ ഫോണെടുത്തു. പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസ് കുറേയേറെ വന്നു കിടപ്പുണ്ട്. അവൻ ഓൺലൈനിൽ കണ്ടതും അവൾ വേഗം മെസ്സേജ് അയച്ചു. എന്തെടുക്കുക? ഉടനെ മറുപടി എത്തി. ഞാനിവിടെ റൂമിൽ വെറുതെ എടുക്കുക. ഉറക്കം വരാത്തോണ്ട് ഫോണിൽ നോക്കാന്ന് കരുതി. യാത്രയുടെ വിശേഷങ്ങളായി പിന്നീടുള്ള സംസാരം. വീട്ടിലൊന്നിട വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല എന്നയച്ചതിന് ശേഷം അവൾ വേഗം കൂട്ടിച്ചേർത്തു. ഒരു കല്യാണാലോചന. എന്തിനങ്ങനെ പറഞ്ഞു എന്നറിയില്ല. എന്തോ ആളോട് പറയണം തോന്നി, അത്രമാത്രം. ആർക്ക്? ഉടനെ തന്നെ അവിടെ ചോദ്യത്തി. എനിക്ക് തന്നെ, അല്ലാണ്ട് വേറെ ആർക്ക്? ഓക്കെ, അത്രയും മാത്രം പറഞ്ഞ് അർജുൻ ഓൺലൈനിൽ നിന്ന് പോയി. അത് നോക്കി അവൾ അന്തിച്ചിരുന്നു. ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ ആളല്ലേ അത്? എന്താ പെട്ടെന്ന് പോയത്? അവൾ ചിന്തിച്ച് കാട് കയറി തുടങ്ങി. കല്യാണത്തിന്റെ കാര്യം പറയാതിരുന്നോ? പറഞ്ഞില്ലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ ആലോചിച്ചിരിപ്പായി. ഏറെ നേരത്തെ ആലോചനക്കൊടുവിൽ അവളൊരു അവസാനത്തിലെത്തി. അർജുന് മിക്കവാറും ഞാൻ വെല്ലുവിളിച്ച പോലെ ഒരു തോന്നലുണ്ടായി കാണും. അർജുന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറൊരു കല്യാണാലോചന വന്ന കാര്യം അർജുനോട് തന്നെ പറയുമ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു അർത്ഥത്തിൽ അവ എടുത്തിട്ടുണ്ടാവുക. അവൾക്ക് ടെൻഷനായി. ഈ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ അടുപ്പമുള്ള ഫ്രണ്ട്സായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ചിന്തയിലാണ് പറഞ്ഞതും. താൻ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചിന്തിക്കുന്നതെന്ന് അവൾക്ക് തോന്നാതിരുന്നില്ല. പിന്നീട് 2 ആഴ്ച അർജുൻ്റെ ഒരു വിവരം ഉണ്ടായില്ല. അവൾ സാധാരണ പോലെ ജോലിയുമായി നീങ്ങി. പിന്നെ ഒരു ശനിയാഴ്ച അവർ പതിവ് സ്ഥലത്ത് കണ്ടുമുട്ടി. അമലിനെയും അമീഷയെയും തനിച്ച് വിട്ട് വഴിവക്കിലൂടെ ചെറുതായി നടത്താൻ തുടങ്ങി. ജാനകിക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് സന്ധ്യാസമയത്തുള്ള നടപ്പ്. ഞാൻ തനിക്കൊരു ടെററിയം വാങ്ങിവെച്ചിട്ടുണ്ട് വീട്ടിൽ. ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എടുത്തിട്ട് വരാം. നടക്കുന്ന വഴി ഏറെ നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ അവൻ സംസാരിച്ചു തുടങ്ങി. അവൾക്കും ആ മൗനം മടുത്തു തുടങ്ങിയിരുന്നു. അർജുൻ വീട്ടിൽ പോയിരുന്നു? ഞാനോർത്തില്ലായിരിക്കുമെന്ന്. എന്നിട്ട് എന്തൊക്കെയുണ്ട് വീട്ടിൽ വിശേഷങ്ങൾ? അവൾ ആ സംസാരത്തിൽ പങ്കുചേർന്നു. പോയിട്ടാടോ വന്ന്? ഞാൻ തന്നോട് പറയാൻ വിട്ടുപോയി. പിന്നെ വിശേഷം എന്ന് പറയാൻ തൻ്റെ പോലെ കല്യാണാലോചനയുടെ വിശേഷം തന്നെ. ആഹാ, എന്നിട്ട് കേട്ടാൻ തീരുമാനിച്ച അർജുൻ? അവർക്കിടയിൽ ആദ്യമായിട്ടായിരുന്നു കല്യാണത്തെക്കുറിച്ചുള്ള സംസാരം ഉണ്ടാവുന്നത്. ഇപ്പം അങ്ങനെ ഒരു ചിന്ത ഇല്ലാതെയില്ല, അവൻ കളിയായി പറഞ്ഞു. അത് കേട്ട് അവൾക്ക് ചെറുതായൊരു വിഷമം തോന്നി. ഇത്രയും കാലത്തിനിടയിൽ ഒരുമിച്ചുണ്ടായപ്പോഴൊക്കെ ആദ്യം തോന്നിയ ആ ഇഷ്ടം കുറച്ചുകൂടി കൂടാൻ തുടങ്ങിയിരുന്നു. അതിൻ്റെതായൊരു സങ്കടം. ആഹാ, അത് കൊള്ളാം. എന്നിട്ട് ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? മുഖത്തൊരു പുഞ്ചിരി എടുത്തണിഞ്ഞുകൊണ്ട് അവൾ മുഖമുയർത്തി.
അങ്ങനെ ചോദിച്ചാൽ ഒരാളുണ്ട്. ഇനി ആളോടും കൂടി ഒന്ന് സംസാരിച്ച് ഉറപ്പിച്ചാൽ സെറ്റാവും. അവൻ സംസാരത്തിൽ വീണ്ടും തമാശ കലർത്തി. പിന്നെ നടക്കുന്തോറും നിശബ്ദമായി. കൂടെ അവളും. ജാനകി. അല്പസമയത്തെ നിശബ്ദതക്കുടുവിൽ അവൾ വിളിച്ചു. അത് പിന്നെ താനിപ്പോൾ ശരിക്കും ഒരു കല്യാണം നോക്കുന്നുണ്ടോ? അവളൊന്ന് ആലോചിച്ചു. എന്തിനാണിപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം? സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ കല്യാണത്തെക്കുറിച്ച് അഭിപ്രായമൊന്നുമില്ല. കൂടെ പഠിച്ചവരൊക്കെ പതിയെ സെറ്റിലാവാൻ തുടങ്ങി. അതുകൊണ്ടപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു. ഞാൻ അച്ഛനോട് ആലോചനകൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാ അന്ന് അർജുൻ്റെ വീട്ടുകാർ കാണാൻ വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വീണ്ടും ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അല്ലാതെ എനിക്ക് അതിനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു നിർത്തി. അവൻ വീണ്ടും നിശബ്ദനായി. മുഖം കണ്ടിട്ട് അവൻ കാര്യമായിട്ടുള്ള എന്തോ ആലോചനയിലാണെന്ന് അവൾക്ക് തോന്നി. അന്ന് വീട്ടുകാർ ഞാൻ അറിയാതെയാ തന്നെ കാണാമെന്ന് അർജുൻ പറഞ്ഞു. അവൾക്കതൊരു പുതിയ അറിവായിരുന്നു. അതിൻ്റെ അത്ഭുതം അവളുടെ മുഖത്തും പ്രകടമായി. അവളുടെ ചിന്ത പോയത് അർജുൻ്റെ വീട്ടുകാരുടെ പുറകെയാണ്. സ്വന്തം മകൻ്റെ ജീവിതം അവൻ അറിയാതെയാണോ തീരുമാനം എടുക്കേണ്ടത്? ഇതെന്തൊരു ഫാമിലിയാണ്! ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും സ്വയം എടുക്കാൻ അനുവദിക്കുന്ന ഒരു ഫാമിലി അംഗമായതുകൊണ്ടാവണം അവൾക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മുഖം കണ്ടതും ചിന്ത പോകുന്ന വഴി അവന് മനസ്സിലായി. എടോ, താനിങ്ങനെ കാടേറി ചിന്തിക്കാതെടോ. താൻ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. എന്നെ അടിച്ചമർത്തിയ തീരുമാനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാമിലി അല്ലടോ എൻ്റേത്. അവൻ അവളുടെ മനസ്സുപോയ വഴിയോർത്ത് ചിരിച്ചുപോയി. ആ ചിരി കണ്ട് അവളിലും ഉണ്ടായി ചമ്മലോടെയുള്ള ഒരു ചിരി. എന്താ മുത്തശ്ശിയെ താൻ കണ്ടിട്ടില്ലേ? മുത്തശ്ശി വലിയ വിശ്വാസിയാ. വിശ്വാസി എന്നല്ല, നല്ല ഒന്നാന്തര അന്ധവിശ്വാസി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് മുത്തശ്ശിക്ക് ഒരു ബോധോദയം ഉണ്ടായി. എന്നിട്ട് നേരെ ഒരു ജാതകം എടുത്ത് ജോത്സ്യൻ്റെ അടുത്തേക്ക് ചെന്നു. ജോത്സ്യം മുത്തശ്ശിയുടെ ടീം തന്നെ ആയിരുന്നു തോന്നുന്നു. എന്നാലും അയാൾ പറഞ്ഞ് അടുത്ത 1 വർഷത്തിനുള്ള എൻ്റെ കല്യാണം നടത്താം. ഇല്ലേ പിന്നെ ഒരു ഇത്തിരി വൈകുന്നായിരുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി മുത്തശ്ശിക്ക് എൻ്റെ കല്യാണം കാണണമെന്നായി. അതുവരെ കല്യാണം എനിക്ക് തോന്നും മതി എന്ന് പറഞ്ഞ് എൻ്റെ സപ്പോർട്ടായി നിന്നിരുന്ന പലരെയും മുത്തശ്ശി മറികടന്ന് ചാടിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ ബാച്ചുലർ ലൈഫിന് ബ്രേക്ക് ഇടാൻ തീരുമാനിച്ചു. എന്നിട്ട് ബാക്കി അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ തിരക്കി. അങ്ങനെ ആദ്യം കുറച്ച് പേരുടെയൊക്കെ വീട്ടിൽ പോയി കണ്ടെങ്കിലും അതൊന്നും അങ്ങോട്ട് ശരിയായില്ല. ഒരു തരത്തിൽ എനിക്ക് അതൊക്കെ ഒരു ഉപകാരമായിരുന്നു. കാരണം കല്യാണം ജീവിതത്തിൽ വേണ്ടെന്നുള്ള ചിന്താഗതിക്കാരനൊന്നുമല്ല ഞാൻ. കുറച്ച് യാത്ര ചെയ്യണം, കുറേ സ്ഥലങ്ങളൊക്കെ കാണണം, കുറച്ച് കാലം സ്വന്തം കാര്യം നോക്കി നടക്കണം, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ജാതകം പോലെയുള്ള കാര്യങ്ങൾ. വീട്ടുകാർ അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴെനിക്ക് വാശിയായി. 1 വർഷം കഴിഞ്ഞത് സംഭവിക്കുന്നത് കാണല്ലോ. അവസാനം എല്ലാം കൊണ്ട് വീട്ടുകാർക്കെല്ലാം താല്പര്യം തോന്നിയ ഒരു ആലോചനയായിരുന്നു തൻ്റേത്. സോ കല്യാണം വേണ്ട നോക്കാൻ എനിക്കത് ചെയ്യാൻ പറ്റുന്ന തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക, അത് മാത്രമായിരുന്നു. അർജുൻ പറഞ്ഞു നിർത്തി. ദീർഘമായി നിശ്വസിച്ചു ശേഷം പതിയെ അവളെ നോക്കി. അവളാകട്ടെ മുഖത്ത് യാതൊരു ഭാവമാറ്റങ്ങളുമില്ലാതെ കേട്ട് നടക്കുകയാണ്. പിന്നെ ഇപ്പോഴെന്താ കല്യാണം കഴിച്ചേക്കാൻ തോന്നിയത്? മുത്തശ്ശിയുള്ള യുദ്ധമൊക്കെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചോ? അവളുടെ ചോദ്യം കേട്ടതും അവനൊന്ന് പതുങ്ങി. പിന്നെ മടിച്ച് പതിയെ പറയാനൊരുങ്ങി. അത് പിന്നെ അന്ന് താൻ വീട്ടിൽ പോയപ്പോൾ തനിക്ക് വീണ്ടും കല്യാണാലോചന വരുന്ന കാര്യം പറഞ്ഞപ്പോൾ മുതൽ എനിക്കെന്തോ പോലെ. എൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിന് അർജുൻ എന്താ? മനസ്സിലുള്ള ഞെട്ടൽ പുറമേ കാണിക്കാതെ അവൾ അർജുനെ നോക്കി. അവൻ്റെ മുഖത്തൊരു ചമ്മലുണ്ട്. താനിതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്കിത് ചോദിക്കാതിരിക്കാനും തോന്നുന്നില്ല. അതായത് ഞാൻ ആ പഴയ ആലോചനയായിട്ടൊന്നുകൂടി തൻ്റെ വീട്ടിൽ വന്നാലോ? തനിക്കത് ഓക്കെ ആണോ? പ്രതീക്ഷിക്കാതെ എന്തോ കേട്ടെന്ന പോലെ അവൾ അവനെ മെഴിച്ചു നോക്കി. അവൻ്റെ വായിൽ നിന്ന് അവൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ ഉത്തരം കാത്ത് ചെറിയൊരു ടെൻഷനോടെ നോക്കുന്ന അർജുനോട് എന്ത് പറയണമെന്നറിയാതെ അവൾ വിയർത്തു. എന്ത് മറുപടി കൊടുക്കണമെന്ന് അവൾ മനസ്സിൽ കണക്കുകൂട്ടി. സന്ധ്യ മയങ്ങി അർജുൻ, നമുക്ക് തിരിച്ചു പോയാലോ? നിരാശയോടെ ചുമൽ കൂച്ചി അർജുനെ നോക്കി അവൾ വന്ന വഴിയെ തിരിഞ്ഞിടന്നു. പറയാൻ ഉദ്ദേശിച്ചതൊന്ന്, പുറത്തു വന്ന് വേറൊന്ന്. ഇതെന്തൊരു കഷ്ടമാണ്. നിരാശയോടെ തന്നെ നോക്കി അർജുൻ്റെ മുഖമോർത്തവൾ പിറുപിറുത്ത് തിരിഞ്ഞിടന്നു. ആ സംഭവം കഴിഞ്ഞിട്ടിപ്പോൾ 1 ആഴ്ച കഴിഞ്ഞു. അർജുൻ അത് കഴിഞ്ഞ് കണ്ടിട്ടുമില്ല. ഇടയ്ക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അത് കണ്ടപ്പോൾ അവൻ വീട്ടിലായിരിക്കുന്ന അവൾ ഓർത്തു. ഫോട്ടോയ്ക്ക് മറുപടിയായി ഇവിടേക്ക് കൊണ്ടുവരേണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. വല്ലതും മനസ്സിലായി കാണും എന്തോ. എന്തായാലും പറഞ്ഞ ആൾക്ക് മനസ്സിലായില്ലെന്ന് പിന്നെ അറിഞ്ഞു. അത് മനസ്സിലാക്കിക്കാൻ അച്ഛനെ കൊണ്ട് ആൾ വിളിപ്പിച്ച് എന്നാ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിപ്പിക്കേണ്ടി വന്നു. അതോടെ എല്ലാത്തിനും തീരുമാനമുണ്ടായി. പെണ്ണ് കാണലും നിശ്ചയവും കല്യാണമൊക്കെ മുറക്ക് നടന്നു. ഇതിനിടയിൽ അർജുൻ അവളോട് തുറന്നു പറഞ്ഞു. ചെന്നൈയിൽ വെച്ച് കണ്ടുമുട്ടിയതിൽ പിന്നെ, അവളെ അടുത്തറിഞ്ഞതിൽ പിന്നെ അവൾ കൂടെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായെന്നുള്ള കാര്യം. എന്തിന് അവൾ ഈ പ്രപ്പോസലിന് സമ്മതിച്ചെന്ന് അവൻ പലതവണ ചോദിച്ചിട്ടും അവൾ മറുപടി പറഞ്ഞില്ല. പിന്നെ എപ്പോഴോ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു സന്ധ്യാനേരത്ത് അവൾ പറഞ്ഞു. ആദ്യം ഫോട്ടോ കണ്ടപ്പോൾ തുടങ്ങിയൊരു ആകർഷണം പിന്നീട് കണ്ടപ്പോഴൊക്കെ കൂടിയതല്ലാതെ കുറഞ്ഞു പോയില്ലെന്ന്.